ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ചലഞ്ചുമായിട്ടാണ്. അപ്പോൾ ചലഞ്ചിന്റെ പേര് ഹൗ വെൽ ഡു യു നോ യുവർ സിസ്റ്റർ എന്നാണ്. ഹൗ വെൽ ഡു യു നോ യുവർ സിസ്റ്റർ എന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്ററെ നമുക്ക് എങ്ങനെ അറിയാമെന്നുള്ള ഒരു ചലഞ്ചാണ്. 2 കാറ്റഗറി ആയിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ എന്താണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ഞങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് എന്നെ പറ്റിയ ആൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ 5 ക്വസ്റ്റ്യൻസിനും അവൾ ആൻസർ പറയണം. ഫസ്റ്റത്തെ കാറ്റഗറിയിലെ 5 ക്വസ്റ്റ്യൻസിന് ഏതെങ്കിലും ആൻസർ റോങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ 4 എണ്ണം ഞാൻ പറയും. അപ്പൊ അതിൽ ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഫോർത്ത് ഇതിന് ഓർഡറിൽ പറയണം. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പം പണിഷ്മെന്റ് കൊടുക്കണ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾ പണിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പം പണിഷ്മെന്റ് ഒക്കെ ഉണ്ടായാലേ നമ്മുടെ ചാലഞ്ചിനൊരു രസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം റോങ് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കുക. അതാണ് ഞങ്ങളുടെ പണിഷ്മെന്റ്. അപ്പം പണിഷ്മെന്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കുകളിലാണ് എന്റേത്, ഞാൻ ഇതിലാണ് എഴുതിയിട്ടുള്ളത്, അവളുടേത് അവൾ അതിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ തന്നെ ചോദിക്കാം. യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്ത് വീഡിയോസ് ആണ് കാണുന്നത്? അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിച്ചത് അവൾക്ക് കിട്ടൂലാണ്, കാരണം കുറച്ചൊരു അവളെ വീഡിയോസ് അല്ല ശരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പോ? ഹീൽസ് അല്ല, തെറ്റിപ്പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാൻവാസ് ഷൂസ് ആണ്. ക്യാൻവാസ് ഷൂസ് ഹീൽസ് ആയിരുന്നല്ലോ കഴിഞ്ഞ വർഷം. മാറി ക്യാൻവാസ് ആയി. കഴിഞ്ഞ വർഷം ഹീൽസ് ആയിരുന്നു, ഈ വർഷം ക്യാൻവാസ് ആയി. ഓക്കെ, അപ്പൊ മുളകുളം കുടിച്ചത് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മറന്നു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഭയങ്കര ഇതുണ്ട്, കുറച്ചിട്ടാ മതിയെന്ന്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ജ്യൂസ്. മേലോട്ട് നോക്കണ്ട, അവിടെ ഒന്നുമില്ല. ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസോ? തെറ്റിപ്പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഫലൂദയാണ്. നിനക്ക് അറിയാം, കാരണം നമ്മളത് കുടിക്കാൻ പോകുന്ന ഞാൻ ഒരു കുറച്ച് പോലും കുടിച്ചിട്ടില്ല. ഫുള്ള് ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് നിനക്കറിയാം. പക്ഷെ ആപ്പിൾ ജ്യൂസ് ഒക്കെ എങ്ങനെയൊക്കെ, ഞാൻ എന്നാ ആപ്പിൾ ജ്യൂസ് ഒന്നും ഇഷ്ടമല്ല പറഞ്ഞേ, എന്തെങ്കിലുമൊക്കെ പറയുന്നേ. എന്തായാലും കുടിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് നല്ല രീതിയില്ല. അറിയാം. എന്റെ ടോയ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ്സ് കിച്ചൺ സെറ്റ്. അയ്യോ, അതെനിക്കറിയാം. അവള് ഫുൾ ടൈം കിച്ചൺ സെറ്റാണ് കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഫ്രണ്ട്സ്, എനിക്ക് 1 പോയിന്റ്, അവൾക്ക് 1 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. എനിക്ക് ഏറ്റവും പോകാൻ പേടിയുള്ള സ്ഥലം? നിനക്കറിയാം. ഗോസ്റ്റ് ഹൗസോ? അവിടെ ഒന്നുമല്ല, തെറ്റാണ്. നീ പറഞ്ഞത് വളരെ തെറ്റാണ്. ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹോസ്പിറ്റൽ. എനിക്ക് ഇപ്പൊ ചെറുപ്പത്തില് തന്നെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറയും. അത് ചെറിയ അസുഖമാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പേടിയാണ്. ചെറുപ്പം തൊട്ടേ എനിക്കുള്ള ഒരു പേടിയാണ്. അതിപ്പോ ഇനി ചെറിയൊരു പനിക്കാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വളരെ പേടിയാണ്. എനിക്കിപ്പോഴും ഇത്ര വയസ്സായിട്ടും എനിക്കിപ്പോഴും പേടിയുള്ള കാര്യം. എങ്ങോട്ട് നോക്കുന്നത് കുടിച്ച ഇങ്ങനെ മുടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാ, എനിക്ക് സെന്റാണോ സ്പ്രേ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
എന്ത് ക്വസ്റ്റ്യൻ അതൊക്കെ ഞാൻ ഇതിനായിട്ട് ശ്രദ്ധിച്ചിട്ട് പോലില്ല. കാരണം ഞാനിങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്, അതുകൊണ്ടാണ്. സെന്റ് അല്ല, സ്പ്രേ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടം. സ്പ്രേ. അപ്പൊ നീ സെന്റ് അല്ലേ വീട്ടിൽ നിന്ന് ഇടാറ്? സ്പ്രേ തീർന്നപ്പോ അപ്പൊ തോന്നി എണ്ണ അപ്പൊ എവിടുന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കിട്ടിയേ? ഞാൻ കുറച്ച് ഈസി ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇത് നിനക്കൊന്നും ഇല്ല. എനിക്ക് യാത്ര ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം, പിന്നെ എന്റെ ഫേവറേറ്റ് ഹോബി. യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ബൈക്ക്, സോറി സ്കൂട്ടർ. അത് സ്കൂട്ടർ എന്ന് മാത്രമല്ല, എനിക്കെന്ന് പറയുമ്പോൾ സ്കൂട്ടർ, ബൈക്ക്, ബുള്ളറ്റ് അങ്ങനത്തെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ പറ്റുള്ളൂ. കാറ്, ബസ്, ഓട്ടോറിക്ഷ അങ്ങനെയുള്ളതൊന്നും ഞാൻ കയറില്ല. കാറിലൊക്കെ കയറി ഞാൻ അതിന്റെ ഒന്നും സ്മെല്ലാണ് എനിക്ക് പറ്റാത്തത്. അതുകൊണ്ട് ഇതാണ് എന്റെ ഫേവറേറ്റ്. അടുത്തത് ഹോബി ഗ്രാബ്സ് ആണ്. അല്ല, എന്റെ ഫേവറേറ്റ് ഹോബി റീഡിംഗ് ആണ്. നിനക്ക് അറിയാം, പക്ഷെ നീ പെട്ടെന്ന് വേറെ. ലോക്ക്ഡൌൺ ആയപ്പോ ഈ ഗ്രാബ്സ് ആണ് കൂടി. ലോക്ക്ഡൌൺ ആയാലും പിന്നെ ബുക്സ് ഒന്നും പുറത്ത് പോയിട്ട് വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള ബുക്സ് ഫുള്ള് ഞാൻ വായിച്ചു തീർന്നു. അതുകൊണ്ടാണ് അവള് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ എപ്പോഴും എന്റെ ഫേവറേറ്റ് ഹോബി റീഡിംഗ് തന്നെയാണ്. അപ്പം 1/2 പോയിന്റ്, 1/2 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം കുടിച്ചോ, ആരയുടെ നീ കുടിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നീയാണ് ചോദിക്കുന്നത്. അപ്പൊ ചോദിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ്. ഇഷ്ടമില്ലാത്ത ഫുഡോ? വെറുംചോറാണോ? സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ വെറുതെ ഗസ് ചെയ്തതാ. കാരണം ഞങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് പോയി. അപ്പൊ അടുത്ത ഗസ് ഞാനാണ് പറയേണ്ടത്. ഭയങ്കര പ്രവൃത്തിയാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 കളറും പിന്നെ എന്റെ ഫേവറേറ്റ് നെയിമും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് ബ്ലൂം. എങ്ങനെ ഇഷ്ടമായി? ശരിയാണ്, ബ്ലൂം. എനിക്ക് ബ്ലൂമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേര്. 2 കളേഴ്സ് ഉണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള. ബ്ലാക്കും പിങ്കും. അതും പറഞ്ഞു ഞാൻ വിചാരിച്ചു കിട്ടൂല. അത് പോയി. അപ്പം ഇനി ഞാൻ ചോദിക്കുന്നത്, എത്ര പെട്ടെന്നാണ് ഉത്തരം പറഞ്ഞത്. ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെയിമും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കളർ ഞാൻ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. അത് അവള് കണ്ടിട്ടുണ്ട്. അത് നീ കണ്ടിട്ടുണ്ട്. സാധാരണ ഞങ്ങള് എല്ലാവരും ചിക്കു ജ്യൂസ് ആണ് വാങ്ങാറ്. പക്ഷെ ഇവൾക്ക് ഇനിയിപ്പോ വേറെ ഇതിലാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഏറ്റവും ഇഷ്ടം ഫലൂദ. ഇതെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞങ്ങൾ സാധാരണ ഹോട്ടലിൽ പോയാലും ചിക്കു ജ്യൂസ് ആണ്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയാലും ചിക്കു ജ്യൂസ് ആണ് അധികം വാങ്ങാറ് പോവാണെങ്കിൽ കേട്ടോ. പക്ഷെ ഫലൂദയാണ് അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് എന്നോ ആളിനോട് പറഞ്ഞു. ആ ഒരു ഓർമ്മിച്ച് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മാറി സദ്യ ഉണ്ടല്ലോ, ഇപ്പം ഫലൂദ തന്നെയാണ് ഇഷ്ടം. എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ ഇനി ചോദിച്ചു എനിക്കിഷ്ടമില്ലാത്ത ജ്യൂസ് ചെയ്താന്ന്. അതിന്റെ ആൻസർ ഫലൂദ. എനിക്കിഷ്ടമില്ലാത്ത അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പൊ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെച്ച് അതിന്റെ ആൻസറും ഫലൂദ. അപ്പൊ ഫസ്റ്റത്തെ കാറ്റഗറി കഴിഞ്ഞു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. ഫസ്റ്റത്തെ കാറ്റഗറി കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് കാറ്റഗറി ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ സെക്കൻഡ് കാറ്റഗറിയിൽ ഫസ്റ്റ് ഞാൻ തന്നെ ചോദിക്കാം. അപ്പം എനിക്കിഷ്ടമുള്ള ചോക്ലേറ്റ്സ് ആണ് ഇപ്പോൾ. ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, ഗാലക്സി, സ്നിക്കേഴ്സ്. അത് ഓർഡർ ആക്കിയിട്ട് പറയാം. ഇഷ്ടമല്ലാത്തതിനാണ് തുടങ്ങേണ്ടത്. ഇഷ്ടമല്ലാത്തതിന് ഇഷ്ടമുള്ളതിലേക്ക്. ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, ഗാലക്സി, സ്നിക്കേഴ്സ്. പിന്നെ സ്നിക്കേഴ്സ്. ഡയറി മിൽക്ക്. സോറി, സ്നിക്കേഴ്സ്, ഡയറി മിൽക്ക്. അല്ല, ഒന്നും കൂടി പറഞ്ഞു. എനിക്ക് ഫുള്ള് കൺഫ്യൂഷൻ. ഫസ്റ്റ് കിറ്റ്കാറ്റ്, പിന്നെ സ്നിക്കേഴ്സ്, പിന്നെ ഡയറി മിൽക്ക്, ഗാലക്സി. തെറ്റിപ്പോയി. ഞാൻ പേടിച്ച അവള് ഇതിന് ഉത്തരം പറയുന്നു. സ്നിക്കേഴ്സും ഡയറി മിൽക്കും അങ്ങോട്ട് കൊണ്ട് മാറ്റുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതിനാണ് തുടങ്ങാൻ പറഞ്ഞത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഗാലക്സിയാണ്. പിന്നെ സെക്കൻഡ് സ്നിക്കേഴ്സ് ആണ് എനിക്കിഷ്ടം. പിന്നെയാണ് എനിക്ക് ഡയറി മിൽക്ക്, പിന്നെ കിറ്റ്കാറ്റ്. അങ്ങനെയാണ് പോകുന്നത്. കിറ്റ്കാറ്റ് നിനക്കറിയാം, ഞാൻ സ്നിക്കേഴ്സ് ആണ് ഡയറി മിൽക്കിനെക്കാളും എനിക്കിഷ്ടം. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
ഞാൻ വിചാരിച്ചു നീ ഇത് പറയുന്നേ, കാരണം എങ്ങനെയാണ് അടുത്ത question പറഞ്ഞത്. ആ ഓക്കെ, അടുത്ത് നീയാണ് പറയും. എന്താ ചിരി കേട്ടോ. ഇത് ബാക്കി ആരും കുടിക്കുന്നില്ല, നമുക്ക് തമ്മിൽ നല്ലോണം അറിയാൻ തോന്നുന്നു. എന്റെ വിദ്യാഭ്യാസം കേട്ട് ഇഷ്ടമില്ലാത്ത ക്ലാസ്സിന് തുടങ്ങിയിട്ടാണ്. മാത്സ്, ഇംഗ്ലീഷ്, EVS, മലയാളം. കുറിച്ച് ചോദിച്ചു ഞാൻ എന്ത് പറയാനും. ഇതെനിക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടമില്ലാത്തതും തന്നെ തുടങ്ങണം അല്ലേ. ഏറ്റവും ഇഷ്ടമുള്ളത് ഇംഗ്ലീഷാണ്, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിന് എൻ്റെ കൂടെ ഞാനും ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് അത് എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് വളരെ ഇഷ്ടമാണ്. ഇനി EVS, മാത്സ്, മലയാളം. EVS, മാത്സ് ഇഷ്ടമില്ലാത്തതും തന്നെ തുടങ്ങണം അല്ലേ. മലയാളം, ഇനി മാത്സ് ആണ്. മാത്സ് ആൾക്ക് തീരെ ഇഷ്ടമല്ല. മലയാളം കുറെ ഹോംവർക്ക് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് അത് ഇഷ്ടമല്ല. ഏതായിരിക്കും മലയാളത്തിനല്ല, സോറി മാത്സിനല്ല. മാത്സ്, മലയാളം, EVS, ഇംഗ്ലീഷ്. എവിടെ? മാത്സ്, EVS, മലയാളം, ഇംഗ്ലീഷ്. അപ്പൊ മലയാളം സെക്കൻഡ് ഇഷ്ടാ. അതിൽ കുറെ കവിതകൾ അപ്പം അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേട്ട് പോവാം. അയ്യോ, നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? എറിഞ്ഞെടുത്ത് കവയാം. അടുത്ത ഞാനല്ലേ. എന്റെ ഹോബികളാണ്. അല്ല, ഓർഡർ ആക്കി പറയാനുണ്ടോ നിനക്ക് ഇത്ര പണി? ഡാൻസിങ്, കുക്കിങ്, റീഡിങ്, ക്രാഫ്റ്റിങ്. അപ്പം അത് ഇഷ്ടമുള്ള എന്തോ? ഫസ്റ്റ് ഡാൻസിങ്, പിന്നെ റീഡിങ്, ക്രാഫ്റ്റിങ്, കുക്കിങ്. തെറ്റാണ്. എന്താ? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ എന്റെ ഏറ്റവും ഫേവറേറ്റ് റീഡിങ് ആണെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റീഡിങ് ആണ്. എന്റെ ഫേവറേറ്റ് ഹോബി റീഡിങ് ആണ്. എനിക്ക് റീഡിങ് ആണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇപ്പൊ പറഞ്ഞു, അപ്പൊ അത് തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. റീഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസിങ്, പിന്നെ ക്രാഫ്റ്റിങ്, പിന്നെ കുക്കിങ്. അല്ലല്ല, കുടിക്കി നിങ്ങൾക്ക് തെറ്റുതരം പറഞ്ഞിട്ട് നീ കുറച്ചാ കുടിക്കണത്. അല്ല എന്നാലും ഉണ്ടെന്ന് താഴത്ത്. അടുത്ത ക്വസ്റ്റ്യൻ പറയും. മുളകളും കുടിച്ചിട്ട് ഉണ്ട്. എന്താ ആവുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആപ്പിനാണ്. ഓക്കെ. വാട്സപ്പ്, യൂട്യൂബ്, ബേബി പാണ്ട ഗെയിം, പ്ലേ സ്റ്റോർ. പ്ലേ സ്റ്റോർ അല്ലേ. പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൺഫ്യൂസ് ആയി. യൂട്യൂബ്, പിന്നെ പ്ലേ സ്റ്റോർ, ആണോ? ആ, പിന്നെ ബേബി പാണ്ട ഗെയിംസ്, പിന്നെ വാട്സപ്പ്. അയ്യോ, ഫസ്റ്റ് യൂട്യൂബ്, പിന്നെ ബേബി പാണ്ട ഗെയിം, ഗെയിംസ് അത്ര പ്ലേ സ്റ്റോർ, പിന്നെ വാട്സപ്പ്. വാട്സപ്പ് ഏറ്റവും ലാസ്റ്റ് ആവണമെന്ന് എനിക്ക് എന്തായാലും അറിയാം. കാരണം അവളെത്തിക്കാൻ യൂസ് ചെയ്യാറില്ല വാട്സപ്പ്. പക്ഷെ എന്നാലും ഇഷ്ടമാണ് ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്യാൻ. യൂട്യൂബാണ് ഫസ്റ്റ് എന്നും അതും എനിക്കറിയാം. കാരണം കുടിക്കാം, നമുക്കത് കുടിക്കാം. ഞാൻ കുടിക്കാണേ. കുടിക്കണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സസ് ആണ്. ചേട്ടന് നിൽക്കാൻ വയ്യ. ഫസ്റ്റ് ടോപ്പ്, ഫ്രോക്ക്, മിഡി, പിന്നെ പാൻറ്. കൺഫ്യൂസ് ഒക്കെ വേണ്ട, അതൊക്കെ വെച്ചാൽ മനസ്സിലായോ? ഫസ്റ്റ് ടോപ്പ്. പിന്നെ ജീൻസ് ഉണ്ടോ? ഇല്ല, ജീൻസ് ആണ് എനിക്കിഷ്ടമാണ്, പക്ഷെ ഇത് ചേർത്തില്ല. ടോപ്പ്, പാൻറ്, ഫ്രോക്ക്. ടോപ്പ്, പാൻറ്, ഫ്രോക്ക്, പിന്നെന്താ? മിഡി. ഫസ്റ്റ് ടോപ്പ്.
പിന്നെ പാൻറ്. ഫസ്റ്റ് ടോപ്പ് പിന്നെ ഫ്രോക്ക് പിന്നെ പാൻറ് പിന്നെ മിഡി. തെറ്റിപ്പോയി. തെറ്റാണ്. എന്താ? എനിക്ക് ഉറപ്പ് എന്തെന്തായാലും കിട്ടില്ല. ഫസ്റ്റ് എനിക്ക് പാന്റ് ഇഷ്ടം. പാന്റ് ലെഗിന് പാന്റിലാണല്ലോ അതൊക്കെ ഉൾപ്പെടുന്നത്. കാരണം എന്റെ ഹോബി ഡാൻസിങ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഹോബിയാണല്ലോ. അപ്പൊ ഡാൻസ് ചെയ്യാൻ അധികം ഞാൻ യൂസ് ചെയ്യുന്നത് പാൻസ് ആണ്. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴും പാൻസ് തന്നെയാണ്. പാൻറ് പിന്നെ പാന്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ പാന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രോക്സ് ഇഷ്ടമാണ്. പിന്നെ ടോപ്പ് പിന്നെ മിഡി. പിടിച്ചോളൂ കുറെ കയറ്റിക്കൂടെ എന്തിനാ കറക്റ്റ്. ഇപ്പോഴും നിന്റത് മേലെ തന്നെയല്ലേ കാണോ. അടുത്ത ക്വസ്റ്റ്യൻ നീയാണ് ചോദിക്കേണ്ടത്. ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് അവരുടേത്. എന്റെ ഫുള്ളായി കഴിഞ്ഞു. ഓക്കെ. ഇത് ബ്ലാക്ക് പിങ്ക് പാട്ടില് ഏറ്റവും ഇഷ്ടമില്ലാത്തതാ ഇഷ്ടമില്ലാത്തതിന് തുടങ്ങി. Does love do? Have you like that? Love tickets. ഡോ തെറ്റാൾ തിരിക്കണ. ഫസ്റ്റ് ഇഷ്ടമുള്ളതാണോ? ഇഷ്ടമില്ലാത്ത ഡോ കിൽ ദിസ് ലവ് ഹാവ് ലൈക്ക് ദാറ്റ് ലവ് സീക്വൻസ്. ശരി. എനിക്ക് സത്യമായിട്ട് വളരെ തപ്പുണ്ട്. കാരണം അവള് ചോദിച്ച ഓർഡർ ആക്കുന്നതിൽ ഒറ്റ ഒന്നും ശരിയായിട്ടില്ല. ഞാൻ വിചാരിച്ച അവസാനത്തെ ശരിയാവില്ല എന്ന്. പക്ഷെ ഇത് എനിക്ക് ശരിയായിപ്പോയി. എനിക്ക് കാരണം ഡു എന്താ എനിക്ക് ഉറപ്പ് ഡൂഡിനേക്കാൾ ഇഷ്ടം എനിക്ക് കിങ്സ് ലവ് ആയിട്ടുണ്ട്. പിന്നെ ഹബ് ലൈക്ക് ദാറ്റ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ ലവ് സീക്വൻസ് ഇറങ്ങിയത്. അപ്പം അങ്ങനെ ആ ഒരു ഓർഡറിൽ പറഞ്ഞതാ. രാത്രി ചോദിച്ചില്ലേ ടോപ്പ്. അപ്പൊ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയൽ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ വിന്നർ ആണ് നോക്കി. മാർക്ക് അവർക്ക് 4 മാർക്ക്. അയ്യോ ഞാനാണ് ഈ പ്രാവശ്യം വിൻ ചെയ്തത്. ഒരു കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ കഴിഞ്ഞാൽ മുഴുവൻ ഞാൻ കുടിച്ചില്ല. അയാൾ ചോദ്യത്തിലോട്ട് പോയിനി. ഇപ്പൊ എനിക്ക് സത്യം. കള്ളി. പിന്നെ സ്നിക്കേഴ്സ് പിന്നെ ഡയറി മിൽക്ക് ഗാലക്സി. തെറ്റിപ്പോയി. നീ ഇത് പറയുന്നേ കാരണം ഇങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. വിന്നർ ഞാനാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആർക്കാണ് സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്